ഹായ്, ഇതെവിടെയാന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ സ്വന്തം കരുനാപ്പള്ളി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രിയദർശനിക്കകത്ത് സൗജന്യമായിട്ടൊന്ന് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ ആഗ്രഹം വേറെ ഒന്നും കൊണ്ടല്ല, പൈസ കൊടുക്കാതെ പോകുന്നതിന്റെ ഒരു പ്രത്യേക ഒരു രസമല്ലേ അത്. പിന്നെ അത് നോക്കിയ സുമതി വളവ് ഇപ്പൊ എന്റെ തലയിലോട്ടാക്കി നോക്കി. എന്റെ തലയിലെ സുമതി വളവ് കണ്ടില്ലാത്തവര് കണ്ടു. അങ്ങനെ അലീനയ്ക്കുള്ള സർപ്രൈസ്. അലീന ഒന്നാമത് സർപ്രൈസ് എന്ന് വെച്ചാൽ ഞാൻ ബസ്സിലുണ്ടെന്ന് അലീന അറിയുന്നില്ല. കണ്ണ് കാണിക്കാനുള്ള പോക്ക ഇത്. എനിക്കാണ് ഈ കണ്ണിന് ഭയങ്കര ഡ്രൈനസ്. ഞാനും വരുന്നു പറഞ്ഞ് കൂടെ വന്നതാ. പെട്ടെന്ന് അലീന എന്നെ കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ കണ്ടോളൂ. ഇതാണ് എന്നെ കണ്ടപ്പോൾ അലീനയുടെ പെട്ടെന്നുള്ള എക്സ്പ്രഷൻ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ എത്ര കരഞ്ഞാലും കണ്ണുനീര് വരത്തില്ല. ആൾക്കാർ ഒരിക്കലും ആക്ഷനാണ്. അതുകൊണ്ട് ഈ മരണ വീട്ടിലൊന്നും പോകാനൊരു വിഷമമാണ്. ഞാൻ കോക്കറി കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാർ. എന്നെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പോകത്തില്ല. ഷാനായിക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. ചുമ്മാ നടന്നാൽ കാര്യം ആരും മൈൻഡ് ചെയ്യത്തില്ല. പാവം ഒന്ന് പൊട്ടിക്കരയാന്ന് വിചാരിച്ചൊരു ആൾക്കാർ പറയും കറക്റ്റായിട്ട് കണ്ണിന് മരുന്ന് കഴിക്കാത്തതിന്റെ കുഴപ്പമാണെന്ന്. അങ്ങനെ ഷടുപിടിയുന്ന കൊട്ടാരക്കരയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ശ്രീനേത്രായി പോയി കണ്ണ് കാണിച്ചു കഴിഞ്ഞ് കയറി നേരെ പോയത് അലീനയ്ക്കുള്ള അടുത്തൊരു സർപ്രൈസുമായിട്ടാണ്. അതായത് മേപ്പിടിപ്പാറയിലോട്ടാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി രസമാണെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്ക് വലിയ കൂടുതൽ രസമായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. അലീനയ്ക്കുള്ള അടുത്ത സർപ്രൈസ് ആയിട്ട് പുറയിൽ പമ്മി ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ എല്ലാം ചുറ്റി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ചു നേരം വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങിയൊക്കെ നിന്ന്. വെള്ളത്തിന് മഴ പെയ്തുകൊണ്ടായിരിക്കും വല്ലാത്തൊരു കളറായിരുന്നു. കലങ്ങി വരുമായിരുന്നു വെള്ളം. എന്നാലും കുറച്ചു നേരമൊക്കെ വെള്ളത്തിന് ഇറങ്ങി. പിന്നെ മാറി ഇറങ്ങുമ്പോൾ ചൊറിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരമൊക്കെ നിന്ന് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത്. കേക്ക് കിട്ടുമ്പോഴേ എനിക്കങ്ങ് വിഷമമായിരുന്നു. ഊഞ്ഞാലാടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിക്കണ്ടിച്ച് നിന്നിട്ട് അടുത്ത് ഊഞ്ഞാലാടാനായിട്ട്. എന്റെ ചിലപ്പോൾ നാശമാണെന്ന് പറഞ്ഞാൽ അല്ലാതെ ചിലപ്പോൾ സോപ്പിട്ട് വാങ്ങിച്ചു അതിട്ടുകൊണ്ട് ഊഞ്ഞാലാടിയത്. പിന്നെ പോകുന്ന വഴിക്ക് മെഡിക്കൽ ഷോപ്പിൽ കയറി ഇച്ചിരി പഞ്ഞി വാങ്ങിച്ചു. മൂക്കി വെക്കാനല്ല കേട്ടോ, ചെവി വെക്കാൻ വേണ്ടി. ബസ്സിനകത്ത് എന്റെ തൊട്ടടുത്തായിരിക്കും. പിന്നെ വീട് വരെ സഹിക്കണ്ടല്ലോ, കുനുകുന തുടരും. അതുകൊണ്ട്